ബി.ജെ.പി ഈ സമീപകാലത്ത് നടത്തിയ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പ്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുപ്പിലൂടെ ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടികൾക്കാണ് നൽകിയത്. മറ്റൊന്ന് സ്വന്തം പാർട്ടിക്കകത്തു. പ്രതിപക്ഷ പാർട്ടികൾ ബി.ജെ.പിക്കെതിരെ ഉപയോഗിക്കാനായി കൊണ്ടുവന്ന പ്രധാന ആയുധങ്ങളൊന്ന് ജാതി സെൻസസ് ആയിരുന്നു. ആ സെൻസസിനെ സമർത്ഥമായി വെട്ടാനും ഹിന്ദു വോട്ടുകളെ ഒന്നിപ്പിച്ച് നിർത്താനും ബി.ജെ.പിക്ക് കഴിഞ്ഞു. ഛത്തീസ്ഗഡിൽ ഗോത്രവർഗ്ഗക്കാരനെ മുഖ്യമന്ത്രിയാക്കിയതിലൂടെ ഗോത്രവർഗ വിഭാഗത്തിൻ്റെ വലിയ പിന്തുണ നേടാൻ കഴിഞ്ഞു. മധ്യപ്രദേശിലേക്ക് എത്തുമ്പോൾ അത് യാദവ വോട്ട് മാത്രമല്ല OBC വോട്ട് സമാഹരിക്കാനും കഴിഞ്ഞു. യു.പിയും ബീഹാറും അടക്കമുള്ള ആ ഇടങ്ങളിലെ OBC വോട്ടുകൾ ഒന്നിപ്പിച്ച് നിർത്താനും അവിടുത്തെ മുഖ്യമന്ത്രിയായ മോഹൻ യാദവിനെ കൊണ്ട് കഴിഞ്ഞു. രാജസ്ഥാനിലേക്ക് എത്തുമ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നാണ് ഒരു മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്, ഭജൻലാൽ ശർമ്മ. ഇതോടുകൂടി നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ ഇടങ്ങളൊക്കെ ബി.ജെ.പിയുടെ ബ്രാഹ്മണ വിധേയത്വവും സവർണ പാർട്ടി എന്നൊക്കെയുള്ള പോസ്റ്റുകൾ കാണാനിടയായി. ഞാനെപ്പോഴും പറയാറുണ്ട്, കേരളത്തിലിരുന്ന് വടക്കോട്ട് നോക്കിയാൽ വടക്കിൻ്റെ രാഷ്ട്രീയം മനസ്സിലാകില്ല. ബ്രാഹ്മണർ നമ്മളെ സംബന്ധിച്ച്, അതായത് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേവലം 10 ലക്ഷത്തിനടുത്ത് മാത്രം വരുന്ന ഒരു ചെറിയ സമൂഹമാണ്. ശതമാനമല്ല, വോട്ട് ബാങ്കുമില്ല. പക്ഷേ അങ്ങനെയല്ല വടക്കോട്ട് ചെല്ലുമ്പോൾ. ഉത്തർപ്രദേശിൽ അവർ യാദവർക്കൊപ്പം തന്നെ 10% എത്തി നിൽക്കുന്ന ഒരു വിഭാഗമാണ്. ബ്രാഹ്മണരുടെ കാര്യം മാത്രമാണ് പറയുന്നത്, മുന്നോക്ക വിഭാഗം, അതായത് ജനറൽ കാറ്റഗറിയിൽ വരുന്നവരുടെ കാര്യമല്ല പറയുന്നത്. ഇനി ഛത്തീസ്ഗഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 20% അവിടുത്തെ ബ്രാഹ്മണ ജനസംഖ്യ. 55% വരും ജനറൽ കാറ്റഗറി വരുന്ന കാസ്റ്റ്, അതായത് മുന്നോക്ക വിഭാഗം എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ നോക്കുമ്പോൾ താഴേക്ക് പോകുമ്പോൾ ഹിമാചൽ പ്രദേശിൽ 14% വരുന്നു, രാജസ്ഥാനിലത് 10% എത്തുന്നു, ദില്ലിയിൽ 10%, മഹാരാഷ്ട്രയിൽ 10%. അങ്ങനെ ഉത്തരേന്ത്യയിലും ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ ബ്രാഹ്മണ വിഭാഗം നമ്മുടെ കേരളത്തിലെ പോലെ വളരെ ചെറിയൊരു വിഭാഗമല്ല, ശക്തമായ വോട്ട് ബാങ്കുള്ള ഒരു വിഭാഗമാണ്. അതിലും കൗതുകകരമായി തോന്നിയിരിക്കുന്ന ഒരു കാര്യം, യു.പിയിൽ വളരെക്കാലം ഭരിച്ച കോൺഗ്രസ് ഏറെക്കാലം അവിടെ മുഖ്യമന്ത്രിയാക്കിയിരുന്ന ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന ആളെയായിരുന്നു. പശ്ചിമബംഗാൾ ഏറെക്കാലം ഭരിച്ച CPM അവിടെ ബ്രാഹ്മണനെയാണ് മുഖ്യമന്ത്രിയായി വാഴിച്ചത്. എന്തിനേറെ പറയുന്ന, അവർക്ക് ആദ്യം അധികാരം കിട്ടിയ കേരളത്തിൽ പോലും ഒരു നമ്പൂതിരിയാണ് അവർ മുഖ്യമന്ത്രി പദത്തിൽ വാഴിച്ചത്. പക്ഷേ ഉത്തർപ്രദേശിൽ ബി.ജെ.പി ഒന്നുമല്ലാതിരുന്ന കാലത്ത് അവർക്ക് അധികാരം കിട്ടിയപ്പോൾ കല്യാൺ സിംഗ് എന്ന് പറയുന്ന ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് അവർ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവന്നത്. ഏവരെയും ഞെട്ടിച്ചു കളഞ്ഞാൽ അന്ന് ഈ ബി.ജെ.പിക്ക് ഇന്ന് കാണുന്നത് പോലെയുള്ള സന്നാഹങ്ങളും പടക്കോപ്പുകളും ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് അനവധി ചെറിയ പാർട്ടികളെ കുട്ടിയോജിപ്പിച്ചുകൊണ്ടായിരുന്നു അന്ന് യു.പിയിൽ ഭരണത്തിൽ അവർ ഏറിയപ്പോൾ തന്നെ അവർ കല്യാൺ സിംഗ് എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽ വരുന്ന ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കി ഒരു പാർട്ടിയാണ്. അതായത് ഒറ്റയടിക്ക് തന്നെ ജാതി സെൻസസ് ഉയർത്തിക്കൊണ്ട് പിന്നോക്ക വേർതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ബി.ജെ.പിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഹിന്ദു വോട്ടുകൾ വിള്ളൽ വീഴ്ത്താമെന്ന പ്രതിപക്ഷത്തിൻ്റെ മോഹത്തിന് ഇതോടെ തിരിച്ചടിയും. മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് സ്വന്തം പാർട്ടിയിൽ തന്നെ നടത്തിയത്. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ, വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ, അത് കർണാടകത്തിലേക്ക് വരുമ്പോൾ യെദ്യൂരപ്പ അടക്കമുള്ള നേതാക്കൾ, അങ്ങനെയുള്ളവരെ ഘട്ടം ഘട്ടമായി നീക്കി. കാരണം അവർക്ക് പ്രായം, ഈ പാർട്ടിയുടെ ഒരു നിയമാവലി അനുസരിച്ച് 75 വയസ്സ് വരെയാണ് ജനപ്രതിനിധിയായിട്ടിരിക്കുവാനും ഇല്ല പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾപ്പെട്ട ഇരിക്കുവാനുമൊക്കെ അനുവദിക്കും. കാരണം പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുക എന്നൊരു രീതിയുണ്ട്. പക്ഷേ കോൺഗ്രസ്സിലും ഒന്നും നമുക്കത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം. കോൺഗ്രസ്സിലൊക്കെ ഒരു നേതാവ് ഉണ്ടായാൽ ആ നേതാവിൻ്റെ മരണം വരെ അദ്ദേഹം നേതാവായിരിക്കും. ആ മണ്ഡലത്തിൽ അദ്ദേഹം തന്നെയായിരിക്കും സ്ഥിരം മത്സരിക്കുക. ഇനി അദ്ദേഹത്തിനൊട്ടും വയ്യായെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയോ സഹോദരനോ മകനോ മകളോ ഭാര്യയോ ഒക്കെ തന്നെ മത്സരിക്കുന്ന ഒരു കാഴ്ച നാം കോൺഗ്രസ്സിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മുൻപോട്ട് പോകാതിരിക്കുന്നത്. കാരണം അതിൽ ഒരു തലമുറ മാറ്റമില്ല, ഇല്ലെങ്കിൽ അതിന് ലെയർ ബൈ ലെയറായിട്ട് നേതാക്കളില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ബി.ജെ.പിക്ക് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ സൃഷ്ടിച്ച ഒരു നേതാക്കൾ ഒരാളായിരുന്നു യെദ്യൂരപ്പ. പിണക്കാനും ഇണക്കാനും കഴിയാത്ത സാഹചര്യത്തിലാണ് രണ്ടും കൽപ്പിച്ച് ബി.ജെ.പി കർണാടകത്തിൽ യെദ്യൂരപ്പയെ മാറ്റുന്നു. അവിടെ ബി.ജെ.പി തോറ്റുപോയി. അതിൽ യെദ്യൂരപ്പ ഫാക്ടർ വളരെ വലുതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ രാജസ്ഥാനും മധ്യപ്രദേശ് ശിവരാജ് സിംഗ് ചൗഹാൻ എന്നും പാർട്ടിക്ക് വിധേയനായ വ്യക്തിയാണ് എങ്കിൽ കൂടിയും MLA-മാർക്കിടയിലും സംഘപരിവാറിനിടയിലുമൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. പക്ഷെ അദ്ദേഹം വലിയ മുറുമുറുപ്പൊന്നും ഉണ്ടാക്കാതെ പിന്മാറാൻ തയ്യാറാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമായിരുന്നു. രാജസ്ഥാനിലെ സ്ഥിതി അങ്ങനെയല്ല, വസുന്ധരാജ സിന്ധ്യയാണ്. നരേന്ദ്രമോദി അമിത്ഷായും ഒക്കെ പലവട്ടം നോക്കിയിട്ടും മെരുങ്ങാത്ത ഒരു നേതാവാണ് ഈ വസുന്ധരാജ സിന്ധ്യ. പലവട്ടം പല പോസ്റ്റുകൾ കൊടുത്തു നോക്കി, അവരതിലൊന്നും ഒതുങ്ങിയില്ല. അവർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞതിന് ശേഷം അവിടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നപ്പോൾ രാജസ്ഥാനിലെ ബി.ജെ.പിയുടെ ഓഫീസിന് മുമ്പിൽ ഒരു വലിയ ബോർഡുണ്ട്. ആ ബോർഡിൽ നിന്ന് വസുന്ധരാജ സിന്ധ്യയുടെ ചിത്രം നീക്കം ചെയ്തു. അതുതന്നെ വലിയ വിവാദമായി മാറിയിരുന്നു.
ഇത്തവണ വസുന്ധരാജ സിന്ധ്യ ഒതുങ്ങില്ല എന്നൊരു സൂചന തുടക്കം മുതലേ നൽകിയിരുന്നു. പക്ഷെ അതിനും ഒരു മാസം മുമ്പ് ദില്ലിയിൽ ഒരു യോഗം നടന്നിരുന്നു. അതിൽ വസുന്ധരാജ സിന്ധ്യ ഉൾപ്പെടെ പങ്കെടുത്ത യോഗമായിരുന്നു. ആ യോഗത്തിൽ വസുന്ധരാജ സിന്ധ്യയെ കേന്ദ്ര നേതൃത്വം ശാസിച്ചു എന്നൊരു വാർത്ത വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ നൽകിയിരുന്നു. അന്നേ തന്നെ മനസ്സിലായിരുന്നു വസുന്ധരാജ സിന്ധ്യ ഏതാണ്ടൊക്കെ പടിയിറങ്ങുന്നതിൻ്റെ വക്കിലാണ്. ഏതായാലും വളരെ ശക്തമായി നിന്ന ഒരു നേതാവ് തന്നെയാണ് വസുന്ധരാജ സിന്ധ്യ. രാജസ്ഥാനിലെ BJPയുടെ മുഖമെന്ന് പറഞ്ഞാൽ വസുന്ധരാജ സിന്ധ്യ തന്നെയാണ്. അവർക്കും ഒരു തലമുറ മാറ്റത്തിന് ഇല്ലെങ്കിൽ തൻ്റെ ആ ഒരു ചെങ്കോൽ അടുത്ത ആൾക്ക് നൽകേണ്ട സമയമായി. പക്ഷേ അതൊക്കെ നൽകാതെ പിടിച്ചു വച്ചിരിക്കുന്ന ചില നേതാക്കളെങ്കിലും BJPയിലുണ്ട്. അത്തരത്തിലുള്ളവരെ ഒതുക്കി തന്നെയാണ് ആ പാർട്ടി മുൻപോട്ട് പോയിരിക്കുന്നത്. ഒരു സമയം കഴിയുമ്പോൾ പുതിയവർക്ക് വേണ്ടി വഴിമാറി കൊടുത്തവരുണ്ട്, വഴിമാറാത്തവരെ പിടിച്ച് മാറ്റിയിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു സംഭവ വികാസമാണ് നടന്നത്. ഇനി BJPക്ക് കാര്യങ്ങൾ ഈസിയാണ്. മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലാണെങ്കിലും ഛത്തീസ്ഗഡ് ആണെങ്കിലുമൊക്കെ ആ സീനിയർ ലീഡേഴ്സ് ഇല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ ഭാഗമായി നിൽക്കുന്ന ലീഡേഴ്സ് തങ്ങൾ വിചാരിച്ചാൽ ഇവിടെ എന്തും സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന ലീഡർമാരിലൊക്കെ മാറിയിരിക്കുന്നു. ഇനി രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ എപ്പോൾ വേണമെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രിയെ മാറ്റാം, എപ്പോൾ വേണമെങ്കിൽ അവർക്ക് മന്ത്രിമാരെ മാറ്റാം. കേന്ദ്ര നേതൃത്വം ഒന്നും മനസ്സിൽ കരുതിയാൽ അപ്പോൾ തന്നെ മാറി മറിയും കാര്യങ്ങൾ. അത്തരത്തിലേക്ക് അവർ എല്ലായിടത്തേക്കും എത്തിച്ചു. മറ്റൊന്ന് ശ്രദ്ധേയമായ കാര്യം, എല്ലാവരും ഒരു 65 വയസ്സിന് താഴേക്ക് ഉള്ളവരാണ് എന്നുള്ളത് തന്നെയാണ്. 12 സംസ്ഥാനങ്ങളാണ് BJP ഭരിക്കുന്നത്. ഇപ്പോഴത്തെ വിവരം അനുസരിച്ച് ഏതാണ്ട് അതിൽ 8-9 സീറ്റോളം 70 വയസ്സിന് താഴെ, അതായത് 65 വയസ്സിന് താഴെയുള്ള നേതാക്കൾ തന്നെയാണ് അവരുടെ മുഖ്യമന്ത്രിമാർ. അതിൽ ഒരാൾ മാത്രമാണ്, ത്രിപുര മുഖ്യമന്ത്രി മാത്രമാണ്, മണിക് സാഹു മാത്രമാണ് 70 വയസ്സ് ഉള്ള ഒരു മുഖ്യമന്ത്രി. ബാക്കിയുള്ളവരെല്ലാം അതിന് താഴെ ഉള്ള മുഖ്യമന്ത്രിമാരാണ്. വളരെ ചെറുപ്പമായ 44 വയസ്സുള്ള മുഖ്യമന്ത്രിമാർ തൊട്ട് അവർക്കുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നതോടുകൂടി 10-15 വർഷത്തേക്ക് ആ ഒരു സ്റ്റേറ്റിലെ ഒരു മുഖ്യമന്ത്രി മുഖം അവർക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയും. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഉയർന്നു വരുന്ന നേതാക്കൾ ഈ സ്ഥിരമായി ഇരുന്ന് വേര് പിടിക്കുന്നതിന് പകരം വേരധികം പിടിച്ചു വരുമ്പോൾ ഇളക്കി മാറ്റാനും എളുപ്പമാണ്. ഇത് കോൺഗ്രസ് പഠിക്കാതെ പോയ പാഠമാണ്. അത് BJP നന്നായി പഠിച്ചിരുന്നു. ഇപ്പോഴല്ല, പണ്ട് മുതലേ തന്നെ. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു LK അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കുമൊക്കെ നേരത്തെ തന്നെ റിട്ടയർമെൻറ്റിന് പോകേണ്ടി വന്നത്. ഏതായാലും അവരൊക്കെ BJP സംബന്ധിച്ച് മുതിർന്ന നേതാക്കൾ തന്നെയാണ്. അവരുടെയൊക്കെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് BJP അനുഭവിക്കുന്നതും. അതിലൊന്നും ആർക്കും സംശയവും തർക്കങ്ങളുമില്ല. പക്ഷേ അതിലെ ഒരു വ്യക്തമായ സന്ദേശം പാർട്ടി അണികൾക്കും നേതാക്കൾക്കും കൊടുക്കാൻ BJPക്ക് ഇതുമൂലം കഴിഞ്ഞിരിക്കുന്നു. കാരണം ആരും ഈ പാർട്ടിയിൽ സ്ഥിരമായ ഒരു സ്ഥാനത്തിരിക്കുന്നവരല്ല. പകരം എല്ലാവരും പാർട്ടിയുടെ വിധേയരായ അണികൾ മാത്രമാണ്. ഇതുതന്നെയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞത്. താൻ ഈ പാർട്ടിയുടെ ഭാഗമാണ്, പാർട്ടി എന്ത് ചുമതല ഏൽപ്പിച്ചാലും അത് ചെയ്യാൻ താൻ ബാധ്യസ്ഥനാണ്. പക്ഷേ വസുന്ധരാജ സിന്ധ്യ അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏതായാലും പറയുമായിരിക്കാം. BJP അങ്ങനെ നടത്തിയ 2 സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ അനാലിസിസിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത്. നന്ദി, നമസ്കാരം.